ബ്രദറിൻ്റെ മാരേജ് കഴിഞ്ഞ് പിറ്റേ ദിവസം നമ്മൾ ചെക്കനെയും പെണ്ണിനെയും വിളിക്കാൻ വേണ്ടിയിട്ട് ചെക്കൻ്റെ വീട്ടിലേക്ക് പോകാൻ കേട്ടോ. അപ്പം നമ്മൾ ഫാമിലി മെമ്പേഴ്സ് എല്ലാം കൂടെ ഒരു ട്രാവലറിലാണ് കേട്ടോ പോകുന്നത് രാവിലെ. നമ്മുടെ വീട്ടിൽ നിന്ന് ഏതാണ്ട് ഒരു 50 കിലോമീറ്ററോളം ദൂരം ഉണ്ട് കേട്ടോ പെണ്ണിൻ്റെ വീട്ടിലേക്ക്. അങ്ങനെ പോകുന്ന വഴിക്ക് എല്ലാവരും നല്ല പാട്ടൊക്കെ ഇട്ട് എൻജോയ് ചെയ്താണ് കേട്ടോ പോയത്. അങ്ങനെ പെണ്ണിൻ്റെ വീടെത്തി കഴിഞ്ഞപ്പോഴത്തേക്കിന് ആസ് യൂഷ്വലി നമ്മുടെ ഉമ്മമാരൊക്കെ വർത്താനം പറച്ചിലൊക്കെ എൻഗേജ്ഡ് ആയിരുന്നു. അങ്ങനെ അതിനുശേഷം പെണ്ണ് ഒരുങ്ങുന്ന ടൈമിൽ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ 2-3 ദിവസമായിട്ട് കല്യാണത്തിരക്കിലൊക്കെ നല്ല ബീഫും ചിക്കനൊക്കെ കഴിച്ചിട്ട് വയറ് നല്ല മടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കൊതിച്ചതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു സദ്യയൊക്കെ കഴിച്ചു കിട്ടും അവിടുന്ന്. അങ്ങനെ സദ്യയൊക്കെ കഴിച്ചതിന് ശേഷം നമുക്ക് കിട്ടിയ ഐസ്ക്രീം എല്ലാം അപ്പോഴത്തെ ചൂടിൽ നല്ല അടിപൊളിയായിട്ട് മെൽറ്റായിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഐസ്ക്രീമൊക്കെ കഴിച്ചതിന് ശേഷം ഉപ്പാടെ മടിയിൽ കയറി 2 കൊച്ചുമക്കളുടെ ഭയങ്കര കൊഞ്ഞായിരുന്നു കേട്ടോ. അങ്ങനെ കല്യാണവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു നമ്മുടെ. അങ്ങനെ നമ്മൾ നേരെ ഇടമണ്ണിലേക്കും വന്നു. ഉമ്മായും വാപ്പായും നേരെ അതുവഴി തന്നെ കൊല്ലത്തേക്കും പോയി. അങ്ങനെ പോകുന്ന വഴിക്ക് നല്ല മഴയാണ് കേട്ടോ. മഴയെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി മഴയായിരുന്നു. അങ്ങനെ നല്ല പാട്ടൊക്കെ കേട്ട് എൻജോയ് ചെയ്ത് വീട്ടിലേക്ക് പോയി. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം.